ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ടൊരു ബിരിയാണിയുടെ റെസിപ്പി ആട്ടോ. അപ്പോൾ നല്ല ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ചിക്കനിലേക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് അതിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇടാം, ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഗരം മസാല പൊടിച്ചത് അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കുവാണ്. നമുക്കതൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല വെളിച്ചെണ്ണ ഒരു പാനിലിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് പീസസായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വലിയൊരു പാൻ ആയതുകൊണ്ട് ഞാൻ എല്ലാ ചിക്കനും ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടും. ഒരു മീഡിയം ഇതിൽ ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്താൽ മതി. അധികം തീ കൂട്ടി കൊടുക്കേണ്ട, ചെറിയൊരു മീഡിയം ഫ്ലെയിം ഇട്ടാൽ മതി. അപ്പോൾ ഏകദേശം ഒന്ന് ചിക്കനൊക്കെ ഏകദേശം എന്താ ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. ഇത് നമുക്കൊരു ഇതിനകത്തേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മസാല റെഡിയാക്കണം. അപ്പോൾ ചിക്കന് വേണ്ടിയിട്ട് കുറച്ച് മസാല റെഡിയാക്കാൻ ഇതിൻ്റെ തന്നെ കുറച്ച് എണ്ണ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ്റെ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ 3-4 പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് അധികം കരിയൊന്നും വേണ്ട. ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊന്നും പോയി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 6 സവാളയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മീഡിയം ടൈപ്പിലുള്ള സവാളയാണ്. ഈ 6 കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് കുറച്ച് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മസാലയ്ക്ക് ഉള്ള പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ അല്ല കേട്ടോ, സോറി, ടേബിൾ സ്പൂണാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ മസാലയിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കുറച്ച് വെളിച്ചെണ്ണ ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വറുത്ത ചിക്കൻ്റെ എണ്ണ കുറച്ചും കൂടി ഒഴിക്കുകയാണെങ്കിൽ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ കുറച്ച് ഗ്രേവിയും കിട്ടും നമുക്ക്. അതൊന്ന് മെൽറ്റ് ആവുന്ന വരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഏകദേശം എന്താ നന്നായിട്ടൊന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ടൊമാറ്റോ നന്നായിട്ടൊന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വറുത്ത് വെച്ച ചിക്കൻ ഫ്രൈ ഒക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് പൊടിയാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ പീസൊക്കെ ആയതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് പൊടിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ഗ്രേവി കിടന്ന് നല്ല റോസ്റ്റായിട്ട് നമ്മുടെ ചിക്കൻ കിട്ടണം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല ഗ്രേവിയൊക്കെ നല്ല മസാലയിലേക്ക് നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇതാണ് ഏകദേശം കറക്റ്റ് തിക്കായിട്ടുള്ളൊരു പരുവം. അപ്പോൾ കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് ഗ്രേവി ആക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം.
അതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ബാക്കി ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, കറക്റ്റ് പരുവത്തിന് നമ്മുടെ ചിക്കൻ ഗ്രേവി ഒരു കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും കുറച്ചും കൂടിയും ഒന്ന് തിക്കാവും. അപ്പോൾ കറക്റ്റ് നമുക്ക് ചിക്കൻ ബിരിയാണിയുടെ കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് മസാല റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം ചിക്കൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് നമ്മുടെ ചിക്കൻ്റെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയൊന്ന് ചെറിയ തീയിലൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോൾ ആ ഗ്രേവി എല്ലാം ഒന്ന് പറ്റി നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് ചിക്കൻ കിട്ടും. കണ്ടോ, കറക്റ്റ് പാകത്തിനാണ് നമ്മുടെ ചിക്കൻ്റെ ഇത് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിനിയും ബിരിയാണി റൈസിനുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ റൈസിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പാനാണ് വെച്ചേക്കുന്നത്. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 6 kg നെയ്യാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇത്ര മസാലകൾ ഐറ്റംസ് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ബിരിയാണിയുടെ അരിയൊന്നും കാണിക്കുന്നില്ല. 6 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. 6 ഗ്ലാസ് അരിക്ക് 12 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. അതായത് ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്നുള്ള രീതിയിലാണ്. ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം. അപ്പോൾ 6 ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട്. ചെറിയ ഗ്ലാസ്സാണ്. അപ്പോൾ ആ 6 ഗ്ലാസ് അരിക്ക് 12 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ നെയ്യിലോട്ട് ഈ അരി ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നാലാണ് നമ്മൾ ചോറൊക്കെ നല്ല ഇതായിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ ചോറ് ചിലത് മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചിലത് അത്ര നല്ല ഇതായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നല്ല ഒട്ടലൊന്നും ഇല്ലാതെ നല്ലതായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, നല്ലതാണ് റൈസ് നെയ്യിൽ. അപ്പോൾ ഞാൻ അത്രയും വെള്ളം 12 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ മീഡിയം വലിയൊരു ഗ്ലാസ് ആണെങ്കിൽ ഒത്തിരി ചോറ് കാണും കേട്ടോ. ഇതിപ്പോൾ 6 ഗ്ലാസ് എന്ന് പറയുമ്പോൾ ചെറിയ ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ ഒരു പകുതി നാരങ്ങ ഞാൻ പിഴിഞ്ഞു ഒഴിച്ചിട്ടുണ്ട് ഈ റൈസിൻ്റെ വെള്ളത്തിലോട്ട്. എന്നിട്ട് അതെല്ലാം വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് കുറച്ച് കാഷ്നട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നല്ല ഗോൾഡൻ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ സവാളയും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് പാകത്തിന് വെള്ളമെല്ലാം പറ്റി കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സാഫ്രോൺ എടുത്തിട്ടുണ്ട്, കുങ്കുമപ്പൂ, അത് ചെറിയ ചൂട് പാലിൽ. ഇതാണ് നമ്മൾ കളറായിട്ട് യൂസ് ചെയ്യുന്നത്. വേറെ ഫുഡ് കളറൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് ബിരിയാണിക്ക്. അപ്പോൾ ഇതൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നല്ല ഫ്ലേവറാണ് നമുക്ക് ബിരിയാണിയുടെ, നന്നായിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ചോറൊക്കെ വെന്ത് കറക്റ്റ് പാകത്തിന് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുത്തു. ഇഷ്ടമില്ലാത്തവർക്ക് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് കൊടുക്കണമായിരിക്കും നല്ലത്. ഇതും കുഴപ്പമൊന്നുമില്ല. ബാക്കി നമ്മുടെ ഫ്രൈ ചെയ്ത ഇതെല്ലാം നമുക്ക് നമ്മുടെ റൈസിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി എല്ലാം റെഡി ആയിട്ട് നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് പുതിനയിലയും അതുപോലെ തന്നെ മല്ലിയില എല്ലാം കൂടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണിയും റൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തിക്ക് ഗ്രേവി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ എടുക്കുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ഫ്രൈ ആണ് താനും, എന്നാൽ ഗ്രേവി ഉണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് നല്ല ഇതിലാണ് നമ്മുടെ ചിക്കൻ കറിയും ചിക്കൻ റോസ്റ്റും റൈസും കിട്ടിയേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കലാട്ടം എടുക്കുന്നത്. അതിനകത്ത് കുറച്ച് നെയ്യ് തൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ദം ചെയ്യുന്ന പോലെ കുറച്ച് ചോറിട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ചിക്കനൊക്കെ മിക്സ് ചെയ്ത് എല്ലാം വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റൗവിൻ്റെ ടോപ്പിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു 5 മിനിറ്റ്സ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മളിങ്ങനെ കഴിക്കുന്നത്. അല്ലാതെ തന്നെ നമുക്ക് ചട്ടി ബിരിയാണി വെക്കാൻ പറ്റും. അപ്പോൾ അതിലും കുറച്ചും കൂടി എനിക്ക് ടേസ്റ്റ് തോന്നിയേക്കണത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് റൈസെല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അത് ഞാൻ വിട്ടുപോയി അതിനകത്ത് കാണിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഏറ്റവും ഇതുപോലെ പാത്രത്തിൻ്റെ അടിയിൽ നല്ലോണം നെയ്യ് ഗ്രീസ് ചെയ്ത് വെക്കണം.
അപ്പോൾ ഞാൻ നല്ലോണം ഗ്രീസ് ചെയ്തിട്ടാണ് റൈസൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത്. ബാക്കി ഓരോ ലെയറിൽ നമുക്ക് ഈ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ കുറച്ച് റൈസ് ഇട്ട് കൊടുത്ത് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് ഗാർണിഷ് ചെയ്ത് എടുക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ള ബിരിയാണിയാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്തേക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ റൈസെല്ലാം ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കാഷ്നട്ടും മുന്തിരിയും സവോളയുടെ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് നമ്മൾ ഈന്തപ്പഴം വെക്കുന്നുണ്ട്. നമ്മൾ ഈ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു പീസ് ഈന്തപ്പഴമൊക്കെ എടുത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ ചെറിയ 2 പീസ് ഈന്തപ്പഴവും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചിട്ട് നമുക്കൊന്ന് ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇതുപോലെ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടച്ച് കവർ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റൗവിൻ്റെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലൊന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു മുട്ടയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൽ വീഡിയോ മിസ്സായതാണ്. അപ്പോൾ നമുക്കിത് 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഏകദേശം എങ്ങനെയായെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പം ഞാനതെല്ലാം ഓപ്പൺ ചെയ്തു. ഇത് ബസുമതി റൈസ് വെച്ചിട്ടാട്ടോ ഞാൻ ബിരിയാണി ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റായിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഏകദേശം ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ കുറച്ച് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചോറെടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരാരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതായത് നമ്മളിത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതുപോലെ ഈന്തപ്പഴമൊക്കെ ഇങ്ങനെ ഇടയ്ക്കെടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല ഫ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സാലഡും പപ്പടവും അച്ചാറൊക്കെ കൂട്ടി കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും പുതിയ വർഷം ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നെക്സ്റ്റ് ടൈം പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.